ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് പരാതി നൽകിയിരിക്കുന്നു ദേവസ്വം ബോർഡ്. പോലീസ് ആസ്ഥാനത്തെത്തി ദേവസ്വം കമ്മീഷണർ പരാതി നൽകുകയായിരുന്നു. ഉമേഷ് ബാലകൃഷ്ണൻ വിശദാംശങ്ങളുമായി. ഉമേഷ്, ഇതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെ ഇതിൽ പങ്കാളികളാണ് എന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ പരാതി ഫ്രെയിം ചെയ്തിട്ടുള്ളത്? വിശദാംശങ്ങൾ. ഹൈക്കോടതിയിൽ നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ, വിജിലൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കോടതിയുടെ നിർദ്ദേശം കൂടി മനസ്സിലാക്കിയാണ് ഇപ്പോൾ ദേവസ്വം നേരിട്ട് SITക്ക് മുന്നിൽ പരാതി നൽകിയിരിക്കുന്നത്. ദേവസ്വം കമ്മീഷണർ B. സുനിൽകുമാർ നേരിട്ട് പോലീസ് ആസ്ഥാനത്ത് എത്തിയാണ് ഈ പരാതി കൈമാറിയിരിക്കുന്നത്. പരാതിയുടെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടി SIT സ്വീകരിക്കുക. അതായത് FIR അടക്കം രജിസ്റ്റർ ചെയ്യാൻ പോകുന്നത് ഈ റിപ്പോർട്ടിന്റെയും ഈ പരാതിയുടെയും അടിസ്ഥാനത്തിലായിരിക്കും. ഒരുപക്ഷെ വിജിലൻസ് പ്രാഥമിക കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇതിൽ FIR അടക്കം FIR രേഖപ്പെടുത്തി മുന്നോട്ട് പോകാൻ സാധ്യതയുള്ളത്. എന്തായാലും നിലവിൽ ഈ ദേവസ്വം ശബരിമലയിലെ സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ടുള്ള വിഷയം മാത്രമാണ് ഈ പരാതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നാണ് ലഭിക്കുന്ന വിവരം. മറ്റു വിവരങ്ങൾ വിജിലൻസിൽ നൽകിയ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടർ അന്വേഷണം നടത്തി വിശദമായി സത്യം പുറത്തു കൊണ്ടുവരണമെന്നുള്ള ആവശ്യമായിരിക്കും മുന്നോട്ട് വയ്ക്കാൻ സാധ്യത. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഔദ്യോഗികമായി തന്നെ ദേവസ്വം ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നു. SIT ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ തുടർ FIR അടക്കം രജിസ്റ്റർ ചെയ്ത് തുടർ അന്വേഷണവുമായി മുന്നോട്ട് പോകും. വരും ദിവസങ്ങളിൽ ഈ FIRന്റെ അടിസ്ഥാനമായിട്ടുള്ള അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് SIT കടക്കാനും സാധ്യതയുണ്ട്. അനുജ, അതാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന് പരാതി നൽകിയത് ദേവസ്വം ബോർഡാണ്. റിപ്പോർട്ടിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് പരാതി നൽകിയത്. പോലീസ് ആസ്ഥാനത്തെത്തി ദേവസ്വം കമ്മീഷണർ പരാതി നൽകുകയായിരുന്നു. തുടർ നടപടികൾ, അറസ്റ്റ് ഉൾപ്പെടെയുള്ളത് അടുത്ത ദിവസങ്ങളിൽ ഉണ്ടാകും. അത് അന്വേഷണ സംഘം അതിന്റെ നടപടിക്രമങ്ങളിലേക്ക് കടക്കുമെന്നതാണ് ഉമേഷ് ബാലകൃഷ്ണൻ റിപ്പോർട്ട് ചെയ്തത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.